കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ആ മോഹം കയ്യിലിരിക്കട്ടെ. പിന്നെ സത്യാമ്മ തന്നെ തീരുമാനിക്കട്ടെ, നിന്നെ വളർത്തണോ അതോ കൊല്ലണോന്ന്. ശാലിനി, എന്റെ പൊന്നു ശാലിനി, അങ്ങനൊന്നും ചെയ്യരുത്. അയാള് കൂടയിൽ കൊണ്ട് നടക്കുന്ന പാമ്പിനേക്കാൾ വിഷമുള്ള ഇനം അസ്വസ്മിതേ നീ. നിന്നെ ഈ വീട്ടിൽ നിന്ന് ഓടിച്ച് പുറത്താക്കണമെന്ന് ഒരുപാട് കാലമായുള്ള എന്റെ ആഗ്രഹം. അപ്പോഴെല്ലാം തടസ്സം നിന്നത് സത്യാമ്മയാ. ഈ വീഡിയോ കാണുന്നതോടെ നീ ഒരു മനുഷ്യ സ്ത്രീയല്ല, രാക്ഷസിയാണെന്ന് സത്യാമ്മയ്ക്ക് മനസ്സിലാവും. പിന്നെ നിന്റെ നിഴല് പോലും ഇവിടെ വീഴാൻ സത്യാമ്മ സമ്മതിക്കില്ല. ഭയങ്കര ബുദ്ധിമതിയാ നീ എന്ന നിന്റെ വിചാരം. എന്നെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കാനോ അപായപ്പെടുത്താനോ നീ നടത്തുന്ന ഓരോ ശ്രമത്തിലും നീ തന്നെ നാണം കെടുകയും കെണിയിലാവുകയും ചെയ്യും. എന്റെ അമ്മ വള മോഷ്ടിച്ചൊന്ന് പറഞ്ഞ് ബഹളം വെക്കുന്നതിന് മുമ്പ് ശാരികേച്ചിയുടെ കൈയുടെ അളവും നിന്റെ കൈയുടെ അളവും ഏറെക്കുറെ ഒത്തുവരുന്നുണ്ടോന്ന് നിനക്കൊന്ന് നോക്കായിരുന്നു. നിന്നെ പെണ്ണു കാണാൻ വന്ന ചെറുക്കന്റെ അച്ഛനോട് എന്റെ ഫോണിൽ നിന്ന് നീ തന്നെ നിന്നെക്കുറിച്ച് അപവാദം വിളിച്ചു പറഞ്ഞു. പക്ഷേ നിന്റെ കൂട്ടുകാരിയുടെ ഫോണിൽ നിന്ന് ഫോട്ടോ അയച്ചു കൊടുത്ത് അവിടെ നീ മണ്ടത്തരം കാട്ടി. ആധാരം മാറ്റിവെച്ച് ബുദ്ധി തെളിയിക്കാൻ ശ്രമിച്ചെങ്കിലും റെസ്റ്റോറന്റിലേക്ക് നീ രാജേശ്വരിയെ വിളിച്ചു വരുത്തി വീഡിയോയിൽ കുടുങ്ങി. പിന്നെതാ ഇപ്പൊ ഇതും. ശാലിനി, അടുത്ത തവണ ഇതുപോലെ എന്തെങ്കിലും കുബുദ്ധി ആലോചിക്കുമ്പോഴേ നീ എന്നെ ഒന്ന് കൺസൾട്ട് ചെയ്യും. അപ്പോ ഞാൻ തന്നെ നിനക്ക് പറഞ്ഞുതരാം തെളിവില്ലാതെ എന്നെ അപകടപ്പെടുത്താനുള്ള പ്ലാൻ. ശേഷം ഭാഗം സ്ക്രീന്. ശാലിനി പ്ലീസ് പ്ലീസ്, ആന്റിയോട് പറയല്ലേ. ഇതറിഞ്ഞ ആന്റി എന്നെ പറഞ്ഞു വിടും. പറയാതിരുന്ന ചെയ്യുന്നതിലൊന്നും ഒരു ആത്മാർത്ഥതയില്ലല്ലോ. ഇതൊന്നും ശരിയാവില്ല. സത്യാമ്മയോട് പറഞ്ഞേ പറ്റൂ. ശാലിനി പ്ലീസ്, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. നീ എന്നെ ചതിക്കല്ലേ. ശാലിനി, അമ്മേ, സത്യാമ്മേ. ശാലിനി, അമ്മ, ശാലിനി ചെയ്യില്ല. ശാലിനി പ്ലീസ്, ആ വീഡിയോ ഭാമേന്റെ കാണിക്കല്ലേ പ്ലീസ്. നല്ല രസമുള്ള വീഡിയോ അല്ലേ? അതിന്റെ വേൾഡ് ടെലിവിഷൻ പ്രീമിയറാ ഇവിടെ ഇപ്പൊ നടക്കാൻ പോകുന്നത്. അങ്ങനെ മിടുക്കിയായാലോ. ഒരാളെ തെളിവില്ലാതെ കൊല്ലുന്നത് എങ്ങനെയാന്നൊക്കെ ഇതിൽ പറയുന്നുണ്ടല്ലോ. ഇത് നെറ്റിൽ പോസ്റ്റ് ചെയ്താലേ നിന്നെ പോലുള്ള നിരാശ കാമുകിമാർക്ക് അത് ഉപയോഗപ്പെടും. പോലീസിന് കൊടുത്ത ക്രിമിനൽ സൈക്കോളജിയിൽ ഒരു സെക്ഷൻ തന്നെ ഉണ്ടാക്കി അവരത് പാഠ്യവിഷയമാക്കും. ശാലിനി ചെയ്യില്ലേ. ശാലിനി പ്ലീസ്. നിനക്കിത് ചെയ്യാൻ ഒരു മടിയും തോന്നില്ലല്ലോ. സത്യമേ, ശാലിനി, ശാലിനി, ശാലിനി പ്ലീസ്. ശാലിനി, ഞാൻ എന്ത് വേണേലും ചെയ്യാം. എന്ത് വേണമെങ്കിലും ചെയ്യോ? ഉറപ്പ്. എന്താ ചെയ്യേണ്ടെന്ന് പറഞ്ഞാ മതി. നിന്നെ കൊണ്ട് അതൊന്നും ആത്മാർത്ഥമായിട്ട് ചെയ്യാൻ പറ്റില്ല. സത്യാമേ, വേണ്ട ശാലിനി പ്ലീസ്, ഞാൻ ആത്മാർത്ഥമായിട്ട് തന്നെ ചെയ്തോളാം. അതൊന്നും നിനക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ലെന്നേ. സത്യാമേ, വേണ്ട ശാലിനി പ്ലീസ്, ഞാൻ ചെയ്തോളാം. ഈ പറയുന്നത് എന്തായാലും ആത്മാർത്ഥമായി സത്യസന്ധതയോടെ. വാ, നമുക്ക് മുറിയിരുന്ന് സംസാരിക്കാം. ഇവിടെ ഇരുന്ന് എന്താ കുഴപ്പം?
എനിക്കൊപ്പം ഇരിക്കാറായോ നീ? ഇല്ല. അവിടെയല്ല, ഇവിടെ. ഇവിടെയോ? സത്യാമേ, വേണ്ട, വിളിക്കണ്ട. ഞാൻ ഇവിടെ ഇരുന്നോളാം. ഇപ്പൊ നിന്റെ മനസ്സിൽ എന്താ തോന്നുന്നത്? ഒന്നും തോന്നില്ല. അതെന്താ ഒന്നും തോന്നാത്തത്? എന്നെ കൊല്ലണോന്ന് തോന്നുന്നില്ലേ? ഇല്ല, സത്യമായിട്ടും ഇല്ല. അതെന്താടി അങ്ങനെ? കുറച്ചു മുമ്പ് വരെ എന്നെ കൊല്ലാൻ പദ്ധതി ആസൂത്രണം ചെയ്തവളല്ലേ നീ? ഇപ്പൊ നീ പെട്ടെന്നങ്ങ് നന്നായോ? ഞാൻ നന്നായി ശാലിനി. നന്നായ നിനക്ക് കൊള്ളാം. സത്യമായിട്ട് ശാലിനി, ഇനി ഞാൻ നിനക്കെതിരെ ഒന്നും ചെയ്യില്ല. നീ അല്ലേ? കോൾ മീ മാം. എന്നെ ഇനി മുതൽ അങ്ങനെയേ സംബോധന ചെയ്യാവൂ. ശാലിനി മാം. മനസ്സിലായോ? മനസ്സിലായി. ഹാ, അപ്പൊ ഒന്ന് വിളിച്ചേ, ഞാൻ കേക്കട്ടെ. വിളിക്ക്. ശാലിനി മാം. ആ വിളിയിൽ ഒരു ആത്മാർത്ഥതയില്ലല്ലോ. അതാ ഞാൻ പറഞ്ഞത്, നിനക്കിതൊന്നും നേരെ ചൊവ്വേ ചെയ്യാനേ പറ്റില്ല. സത്യമേ. അയ്യോ ശാലിനി മാം, പ്ലീസ്, ഞാൻ ആത്മാർത്ഥമായിട്ട് തന്നെ വിളിച്ചോളാം. ആ വിളി കൊള്ളാം, എനിക്കങ്ങ് സുഖിച്ചു. ഇന്ന് മുതല് നീ എന്റെ അടിമയും ഞാൻ നിന്റെ ഉടയോളും. നിനക്ക് മനസ്സിലായെങ്കിൽ ഒന്ന് പറഞ്ഞേ, കേക്കട്ടെ. ഞാൻ നിന്റെ അല്ല, സോറി, ശാലിനി മാമിന്റെ അടിമയും മാം എന്റെ ഉടയവളും. ഞാൻ എന്തു പറഞ്ഞാലും നീ അനുസരിക്കേണ്ടി വരും. അത് വേണ്ട. അനുസരിക്കാം. ജോലികൾ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് വന്നോണ്ടിരിക്കും. അതൊക്കെ നിനക്ക് സമയത്തിന് വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റുമോ? നോക്കാം. സത്യാമേ. മാം, വിളിക്കണ്ട. സമയത്തിന് ചെയ്തോളാം. വൃത്തിയായി. എന്താ ചെയ്യേണ്ടെന്ന് പറഞ്ഞാ മതി. ഈ വീട്ടില് നീ ഇതുവരെ കേറാത്തൊരു റൂമുണ്ട്. അതേതാന്നറിയോ? എല്ലാ റൂമിലും ഞാൻ കേറിയിട്ടുണ്ടല്ലോ. എല്ലാ റൂമിലൊന്നും നീ കേറിയിട്ടില്ല. ആ റൂമിന്റെ പേരാണ് കിച്ചൺ. അതായത് അടുക്കള. തിന്നു മുടിക്കുന്നതല്ലാതെ നീയൊന്നും അവിടെ കേറിയിട്ട് പോലും ഇല്ലല്ലോ. ഞാൻ കിച്ചൺ പോയി കണ്ടിട്ട് വരട്ടെ. അവിടെ ഇരിക്കേ, അവിടെ ഇരിക്കേ. നിന്നോടങ്ങോട്ട് ടൂറ് പോവാനല്ല ഞാൻ പറഞ്ഞത്. ഇനി മുതൽ അവിടുത്തെ ജോലിയെല്ലാം ചെയ്യുന്നത് നീ ആയിരിക്കും. ഞാനോ? അതെ, നീ തന്നെ. അല്ല, അപ്പൊ പൊന്നി?
പൊന്നിക്ക് ശമ്പളത്തോടു കൂടിയുള്ള അവധി. ആ, അഥവാ ജോലിക്ക് വന്നാൽ തന്നെ വിശ്രമിക്കേ ഉള്ളൂ. ആ, കിച്ചണിലെ ജോലി മാത്രമല്ല, ഈ വീട്ടിലെ എല്ലാവരുടെയും കാര്യങ്ങളും നീ നോക്കണം, പൊന്നി അടക്കമുള്ളവരുടെ. മാം, അടുക്കളപ്പണിക്ക് മാത്രം എന്നെ നിർബന്ധിക്കരുത്. ജീവിതത്തിൽ ഇന്ന് വരെ ഒരു കട്ടൻ ചായ പോലും ഇട്ടിട്ടില്ല ഞാൻ. ജനിച്ചു വീണപ്പോ കട്ടൻ ചായ ഇടാനുള്ള സാധനങ്ങളുമായിട്ടല്ല ഞാൻ വന്നത്. ഇതൊക്കെ ചെയ്ത് പഠിക്കേണ്ട കാര്യങ്ങളാ. നീ ഇന്ന് മുതൽ ചെയ്ത് പഠിച്ചോ. മാം, അമ്മയോട് പറഞ്ഞ് എത്ര ഹൗസ്മേറ്റ്സിനെ വേണമെങ്കിലും വെക്കാം. അവര് ഈ വീട്ടിലെ എല്ലാ ജോലികളും ചെയ്തോളും. മാമിന്റെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി മാത്രം 1-2 പേരെ നിർത്താം. അത് മതിയോ? ഹേയ്, അതൊന്നും ശരിയാവില്ല സുസ്മിത. ആ, അല്ലെങ്കിൽ നമുക്ക് ഓൺലൈനിൽ ഫുഡ് ഓർഡർ ചെയ്യാം. മാമിന് ഇഷ്ടപ്പെട്ട റെസ്റ്റോറന്റിൽ നിന്ന്, അത് 5 സ്റ്റാർ ആയാലും ഇഷ്ടപ്പെട്ട ഡിഷസ് ആവശ്യപ്പെടുന്ന സമയത്ത് ഇവിടെ കിട്ടും. ക്യാഷ് മൊത്തം ഞാൻ പേ ചെയ്യാം. സത്യാമേ. ശാലിനി മാം, ഞാൻ തന്നെ ചെയ്തോളാം എല്ലാ ജോലിയും. എല്ലാ ജോലിയൊന്ന് പറഞ്ഞതിന് അടിവരയിട്ട് കേട്ടോണം. നിനക്കേ അടുക്കളപ്പണി മാത്രമല്ല, പിന്നെ തുണിയോ അലക്കേണ്ടി വരും. ആ, എല്ലാവരുടെയും. വാഷിംഗ് മെഷീൻ ഉപയോഗിക്കാൻ പാടില്ല. അതെന്താ? കറണ്ട് ചാർജ് കൂടും. എന്റെ ഭർത്താവിന്റെ വീട്ടുകാർ പണം പാഴാക്കുന്നത് എനിക്കിഷ്ടമല്ല. അത് ഞാൻ ആന്റിയോട് പറഞ്ഞ്. നീ പറയണമെന്നില്ല, ഞാൻ തന്നെ പറഞ്ഞോളാം. വേണ്ട വേണ്ട വേണ്ട, ഞാൻ കല്ലിലടിച്ച് അലക്കിക്കോളാം. എല്ലാ തുണിയും കല്ലിലിടിച്ച് അലക്കരുത്. കുത്തിപ്പിഴിയേണ്ടത് കുത്തിപ്പിഴിയണം. ഷർട്ടിന്റെ ബട്ടൺസ് പൊട്ടാനോ സാരിയുടെയോ ബ്ലൗസിന്റെയോ എംബ്രോയിഡറി നാശമാകാനോ ഇടവരരുത്. ഇല്ല. ആ, പിന്നെ നേരത്തെ പറയാൻ മറന്നു, കിച്ചണിൽ അരയ്ക്കുമ്പോഴേ മിക്സി ഉപയോഗിക്കാൻ പാടില്ല. ആ, കറണ്ട് ചാർജ് കൂടുമല്ലേ? എന്റെ ഭർത്താവിന്റെ വീട്ടുകാർക്ക് അത്രയ്ക്ക് ദാരിദ്ര്യമാണെന്നാണോ നീ വിചാരിച്ചിരിക്കുന്നത്? ഏയ് അല്ല. മല്ലിയും മുളകും തേങ്ങയൊക്കെ കല്ലിൽ അരച്ചാലേ നല്ല രുചി കിട്ടും. കഴിഞ്ഞോ? കഴിഞ്ഞില്ല. ഒരു വീട്ടില് മറ്റെന്തെല്ലാം ജോലികൾ ബാക്കി കിടപ്പുണ്ട്. മുറ്റമടിക്കണം, പിന്നെ വീട് കഴുകി തുടച്ച് വൃത്തിയാക്കണം, സ്ഥാനം തെറ്റിക്കിടക്കുന്ന പുസ്തകങ്ങളും സാമഗ്രികളും ഒക്കെ യഥാസ്ഥാനത്ത് വെക്കണം, ബാത്റൂം കഴുകണം. ബാത്റൂമോ? ആ, എന്താ കേട്ടിട്ടില്ലേ അങ്ങനെ ഒരു വാക്ക്? ആരെങ്കിലും കഴുകി വൃത്തിയാക്കി ഇട്ടാലേ അതിൽ അഴുക്കും ചെളിയും പിടിക്കാതിരിക്കുള്ളൂ. അതിന് ഞാൻ. എന്താ സത്യാമ്മയെ വിളിക്കണോ ഞാൻ? വേണ്ട, ഞാൻ കഴുകിക്കോളാം. ഇത്രയുമായാൽ കഴിഞ്ഞോ? ഏതാണ്ട് കഴിഞ്ഞു എന്ന് പറയാം. ഇനി എനിക്ക് എഴുന്നേക്കാമോ? എഴുന്നേറ്റോ. അത് വേണ്ട. എങ്ങോട്ടാ? റൂമിലേക്ക്. അവിടെ എന്താ പരിപാടി? അത് മൊബൈൽ എടുക്കാൻ. ഓ, നീ മൊബൈലിൽ നോക്കിക്കൊണ്ടിരിക്കുമ്പോ ഹാളിൽ നീ നായികയായി അഭിനയിച്ച ഷോർട്ട് ഫിലിമിന്റെ പ്രീമിയർ ഷോ നടക്കും. അയ്യോ, ഞാനീ പറഞ്ഞതൊന്നും തമാശയല്ല. നിനക്ക് ചെയ്തു തീർക്കാനുള്ള ജോലികളുടെ പട്ടികയാ. മൊബൈലില് പാട്ട് കേട്ടും മൂവി കണ്ടുമൊക്കെ ഇരുന്നിട്ടേ
കൈ കഴുകി ഡൈനിങ് ടേബിളിലേക്ക് വന്നിരിക്കുമ്പോഴേ കിച്ചണിൽ പൊട്ടിമുളച്ചുണ്ടാവുന്ന വസ്തു ആ ഭക്ഷണമെന്ന് കരുതിയെങ്കിലേ നിനക്ക് തെറ്റി. ഒരുപാട് അധ്വാനവും ക്ലേശവും ഒക്കെ അതിന് പിന്നിലുണ്ട്. നേരം പുലർന്നിട്ട് പാതിരയാകുന്നത് വരെ നിനക്ക് ചെയ്തു തീർക്കാൻ പറ്റാത്തത്ര ജോലികൾ ഇവിടെ കിടപ്പുണ്ട്. പെട്ടെന്ന് പെട്ടെന്ന് ഓരോ ജോലിയും ചെയ്ത് തീർത്താ കുറച്ച് വിശ്രമിക്കാമായിരിക്കും അല്ലേ? അല്ല, ഉടനെ അടുത്ത ജോലി തരാം കേട്ടോ. ശരി, ഇപ്പൊ നീ പോയി നല്ലൊരു ചായ ഇട്ടുണ്ടോ? ഓ മുരുകേശനെ വിളിക്കാൻ തോന്നിയ സമയം എന്നെ തന്നെ പറഞ്ഞാൽ മതിയല്ലോ. കുറച്ച് വാഷിംഗ് പൗഡർ കൂടി ഇട്ടാലോ? വേണ്ട, ഇപ്പൊ 2-3 കിട്ടിയതല്ലേ ഉള്ളൂ. ഇനിയും ചെവിക്കല്ല് താങ്ങില്ല. ഇനി സോസറി കൊടുത്തില്ല എന്ന് പരാതി വേണ്ട. പെട്ടുപോയില്ലേ? ഇതെന്താ സോസറിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നേ? സോസറിന് ഇത്രയും വൃത്തിയൊക്കെ മതി. പാമ്പ് കടിച്ചോ ഇടി വെട്ടിയോ ഇവള് ചത്താലേ ആരും ചോദിക്കൊന്നുമില്ല, പകരം സന്തോഷാവുള്ളൂ. പറഞ്ഞു വരുമ്പോ സത്യഭാമയുടെ മരുമകൾ ഒരു ചായക്കടക്കാരിയുടെ മോളാ. ചത്ത ഒരു പട്ടി പോലും ചോദിക്കാനില്ല. സുസ്മിതേ, നീ എവിടെ എന്തെടുക്ക? വന്നു. ശാലിനി, നീ എന്താ അവിടെ തേയിലച്ചെടി നട്ട് വിളവെടുത്ത് ചായ ഉണ്ടാക്കുമായിരുന്നോ? അല്ല, എന്റെ എക്സ്പീരിയൻസ് കുറവുണ്ട്. ദേ കപ്പും സോസറും ഉണ്ട്. സോസർ നീ വെച്ചോ, എനിക്ക് കപ്പ് മതി. എന്താ? ആ സോസറിങ് നീട്ടിയേ. നീട്ട്. ഇതെന്തിനാ? നിനക്ക് കുടിക്കാൻ. ഇതിലോ? ആ, നിന്നെ എനിക്ക് തീരെ വിശ്വാസമില്ല. നീ അത് കുടിച്ചു കഴിഞ്ഞ് ഞാനിത് കുടിക്കാം. ഇതെന്താ സോസറിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നേ?
ആ സോസറിന് ഇത്രയും വൃത്തിയൊക്കെ മതി. കുടിക്കേ, ഞാനൊന്ന് കാണട്ടെ. വാഷിംഗ് പൗഡർ ഇടാതിരുന്നത് എത്ര നന്നായി. മുഴുവനും കുടിക്കും. ഇനി ഞാൻ എന്താ ചെയ്യണ്ടേ? വീട്ടിലുള്ള ഓരോരുത്തർക്കും എന്തൊക്കെയാ വേണ്ടതെന്ന് പോയി അന്വേഷിക്കണം. ഒരു തവണ ചോദിച്ചാൽ പോരാ, ഓരോ തവണയും ഇടവിട്ട് ചോദിച്ചുകൊണ്ടേയിരിക്കണം.